കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അധ്യാത്മരാമായണം 3-ാം സർഗം 47-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ സീത പറയാണ്, ഹനുമാൻ ശരിയാണ്, രാമൻ്റെ മഹിമ ആർക്കും നിർണ്ണയിക്കാനൊന്നും കഴിയില്ല, അത്ര മാഹാത്മ്യങ്ങളാണ്. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കട്ടെ, വാനര സൈന്യങ്ങളോടും ഈ സൈന്യാധിപന്മാരോടും കൂടിയിട്ട് ഈ ഇത്ര വീതിയുള്ള ഈ സമുദ്രം കടന്ന് എങ്ങനെയാണ് ഇവിടേക്ക് എത്താൻ പറ്റുക എല്ലാവർക്കും കൂടിയിട്ട്? എന്നെ രാവണനെ നിഗ്രഹിച്ച് എന്നെ രക്ഷിക്കാൻ എന്നാണ് ചോദിച്ച് നിർത്തിയതല്ലേ. അപ്പോൾ നമുക്ക് 47 ഒരു വരിയും 48, 49, 49, 48, 49, 50, 51 വായിക്കാം. ഹനുമാനാഹമേ സ്കന്ധാവാരുഹ്യ പുരുഷർഷഭൗ. 48 ആയാസ്യത സസൈന്യശ്ച സുഗ്രീവോ വാനരേശ്വരഃ വിഹായ സാക്ഷണേനൈവ തീർത്വാ വാരിധിമാതതം നിർദഹിഷ്യതി രക്ഷൗഖാം സ്ത്വൽകൃതേ നാത്ര സംശയ അനുജ്ഞാം ദേഹി മേ ദേവി ഗച്ഛാമി ത്വരയാന്വിതഃ ദ്രഷ്ടും രാമം സഹ ഭ്രാത്രാ ത്വരയാമി തവാന്തികം ദേവി കിഞ്ചിദഭിജ്ഞാനം ദേഹി മേ യേന രാഘവ. വിശ്വസേന്മാം പ്രയത്നേന തതോ ഗന്ധാസമുത്സുകഃ. 51 ഒരു വരിയല്ലോ കേട്ടോ. ഇനി ഹനുമാൻ പറഞ്ഞു, പുരുഷർഷഭൗഹു, അതായത് പുരുഷോത്തമന്മാരായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും, മേ സ്കന്ധൗ, അതായത് അത് ദ്വിവചനായിട്ടാണ് പറഞ്ഞത്, പുരുഷാർഷഭൗ രണ്ടുപേരും മേ സ്കന്ധൗ ആരുഹ്യ, എൻ്റെ തോളിൽ കയറിയിട്ട്, ആയാസ്യത വരും ഇങ്ങടെ, ഞാൻ അവരെ അടുത്തും കൊണ്ട് ചാടാമെന്ന്. സൈന്യ വാനരേശ്വര സുഗ്രീവാഹ, സൈന്യസമേതനായിട്ട് വാനരാധിപനായിട്ടുള്ള സുഗ്രീവൻ, വിഹായസ, ആകാശത്തിൽ കൂടെ, ക്ഷണേന ഏവ, ചാടിയിട്ടേ പെട്ടെന്ന് തന്നെ, ആതതം വാരിധിം തീർത്തുക, ഈ വിസ്തീർണമുള്ള വാരിധിയെ തരണം ചെയ്തിട്ട്, ത്വൽകൃതേ, ഭവതിക്ക് വേണ്ടി, രക്ഷൗഖാൻ നിർദഹിഷ്യതി, അത്ര സംശയ എന്ന, ഈ രാക്ഷസമൂഹങ്ങളെ നിശേഷം നശിപ്പിക്കും, അതിൽ സംശയമില്ല. ദേവി മേ അനുജ്ഞാം ദേഹി, ദേവി എനിക്ക് അനുജ്ഞ തരൂ, അതായത് സമ്മതം തരൂ, തന്നാലും. ത്വരയാ അന്വിതഃ ഗച്ഛാമി, ഞാൻ വേഗം പോട്ടെ. ഭ്രാത്രാ സഹ രാമം ദ്രഷ്ടും, സഹോദരനോടുകൂടി ഇരിക്കുന്ന രാമനെ കാണാനും, തതഹ തവ അന്തികം ച ദ്രഷ്ടും, അതിനുശേഷം ഭഗവാന്റെ അടുത്ത് എത്താനും, ഭവതിയുടെ അടുത്ത് എത്താനും, അതായത് അവരെയും കൂട്ടി സീതയുടെ അടുത്ത് എത്താനും. ത്വരയാമി, ഞാൻ വേഗം പോട്ടെ, എനിക്ക് ധൃതിയായിന്ന്. ത്വരയാമി മീൻസ് എനിക്ക് ബദ്ധപ്പാടായി. ദേവി, ഹേ ദേവി, ഏന രാഘവ മാം വിശ്വസേത്, യാതൊന്നിനാൽ രാഘവൻ എന്നെ വിശ്വസിക്കുമോ, എന്നെ വിശ്വസിച്ചിട്ടാണല്ലോ അങ്ങോട്ട് അയച്ചത്. കിഞ്ചിത് അഭിജ്ഞാനം ദേഹി, അതിനുവേണ്ടി എനിക്കൊരടയാളം തരൂ. ഇങ്ങോട്ടൊരടയാളം തന്നൂരോ, മോതിരം. തതഹ പ്രയത്നേന സമുത്സുകഃ ഗന്ധ, ഞാൻ വേഗം എന്നിട്ട് ഉത്സാഹമായിട്ട് പോയിട്ട് ഞാൻ രാമനെ കണ്ട് വേഗം വരാമെന്ന്. അപ്പം ഹനുമാൻ പറഞ്ഞു, ആ പുരുഷോത്തമന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർ രണ്ടുപേരും എൻ്റെ ഓരോ തോളിലും കയറി ഇരുന്നിട്ട് ഞാൻ ചാടിക്കോളാം കിട, അവരെയും ഏറ്റിയിട്ട് ഞാൻ വന്നോളാം. എന്നാൽ സുഗ്രീവനോ ചാച്ചാ, സുഗ്രീവന് സൈന്യങ്ങൾ അതിവേഗത്തിൽ ആകാശത്തു കൂടി സഞ്ചരിച്ചിട്ട് ഈ സമുദ്രം കടന്ന് ഇവിടെ വന്ന് ഭവതിയെ രാവണൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ, രാക്ഷസമൂഹങ്ങളെ മോചിപ്പിക്കാനായിട്ട് അവരെ മുഴുവൻ നശിപ്പിക്കും, രാക്ഷസ സമൂഹത്തെ. അതിൽ സംശയമില്ല ദേവി, എനിക്ക് കൽപ്പന തരൂ, ഞാൻ പോട്ടെ. അതിവേഗത്തിൽ ചെന്ന് രാമലക്ഷ്മണന്മാരെയും അവരോടുകൂടി ഇവിടെ രണ്ടാമതും വന്ന്
സീതാദേവിയെ കാണാൻ എനിക്ക് ബദ്ധപ്പാടായി. ഹേ ദേവി, ഞാൻ ഭവതിയെ കണ്ടു, ഈ അങ്കുലീയകം മോതിരം തന്നു എന്ന് ശ്രീരാമചന്ദ്രൻ വിശ്വസിക്കാൻ എനിക്ക് ശ്രീരാമചന്ദ്രൻ ഭഗവാനോട് പറയാനായിട്ടൊരടയാളം എനിക്ക് തരൂ. എന്നാൽ രാമൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഉത്സാഹത്തോടു കൂടി ഇവിടെ വേഗം വന്നെത്തും എന്ന് പറഞ്ഞു. അതായത് ഒട്ടും പേടിക്കണ്ട, അടയാളം തരൂ, എനിക്ക് അവിടെ പോയി പറഞ്ഞാൽ ഞാൻ സീതയെ കണ്ടു എന്ന് വിശ്വാസമാവണമല്ലോ. അപ്പോൾ സീതയ്ക്കും രാമനും മാത്രം അറിയണ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു സാധനമോ എനിക്ക് തരൂ, എന്നാലല്ലേ ഞാൻ കണ്ടു എന്ന് വിശ്വസിക്കുള്ളൂ. ഞാൻ വേഗം പോയിട്ട് ശ്രീരാമനെ ഞാൻ കണ്ടു എന്നുള്ള വിവരം പറഞ്ഞ് അവരെയും കൂട്ടി വേഗം വരാം, ഒന്നും കൊണ്ട് പേടിക്കണ്ട. രാക്ഷസ സമൂഹത്തിനെ മുഴുവൻ നിഗ്രഹിച്ച് ദേവിയെ കൊണ്ടുപോകും. അപ്പം നമുക്ക് 50 വരെ 51 ഒരു വരിയും കൂടി വായിക്കാം. ഹനുമാനാഹമേ സ്കന്ധവാരുഹ്യ പുരുഷർഷഭൗ ആയാസ്യത സസൈന്യശ്ച സുഗ്രീവോ വാനരേശ്വരഃ വിഹായ സാക്ഷണേനൈവ തീർത്വാ വാരിധിമാതതം നിർദഹിഷ്യതി രാക്ഷൗഖാം സ്ത്വൽകൃതേ നാത്ര സംശയ. അവരെയൊക്കെ നിശേഷം നശിപ്പിക്കുന്ന അനുജ്ഞാം ദേഹി മേ ദേവി, കൽപ്പിക്കൂ, എന്നോട് പൊക്കോളൂ, പറയൂ. ഗച്ഛാമി ത്വരയാന്വിത, ഞാൻ വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ് പോവാൻ. ദ്രഷ്ടും രാമം സഹ ഭ്രാത്ര ത്വരയാമി തവാന്തികം ദേവി കിഞ്ചിത് അഭിജ്ഞാനം, അടയാളം തരാൻ. ദേഹി മേ യേന രാഘവഃ വിശ്വസേന്മാൻ പ്രയത്നേന തതോ ഗന്ധാസമുത്സുകഃ. വിശ്വസിപ്പിക്കാൻ അടയാളം തന്നാൽ വേഗം ഞാൻ, എന്നെ വിശ്വസിച്ച് അയച്ചതല്ലേ, അപ്പം ഞാൻ വേഗം പോയി വരാം എന്ന് പറഞ്ഞു. ഇനി 51 ഒരു വരിയും 52. തത കിഞ്ചിത് വിചാര്യാഥാ സീതാ കമലലോചന. 52 വിമുച്യ കേശപാശാന്തേ സ്ഥിതം ചൂടാമണിം ദദൗ അനേന വിശ്വസേന്ദ്രാമസ്ത്വാം കബീന്ദ്ര സലക്ഷ്മണഃ. തത്ര കമലലോചന സീത, അപ്പോൾ താമരയിതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയ സീത കിഞ്ചിത് വിചാര്യ, കുറച്ചു നേരം ആലോചിച്ചിട്ട് അധ കേശപാശാന്തേ സ്ഥിതം ചൂടാമണിയും വിമുച്യ ദദൗ, പിന്നെ തലമുടി കെട്ടി വെച്ചിട്ടുള്ള ആ ചൂടാമണി എടുത്തിട്ട് അത് ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു. കബീന്ദ്ര, ഹേ കവിശ്രേഷ്ഠ, അനേന ഇതുകൊണ്ട് സ ലക്ഷ്മണ രാമ, ലക്ഷ്മണസഹിതനായ രാമൻ ത്വാം വിശ്വസേത്, നിന്നെ വിശ്വസിക്കും. ഈ ചൂടാമണി കണ്ടാൽ നീ എന്നെ വന്ന് കണ്ടു എന്നുള്ള കാര്യം രാമൻ വിശ്വസിക്കുന്നതാണ്. അതായത് ഹനുമാൻ്റെ വാക്ക് കേട്ടപ്പോൾ സന്തോഷമായി. സീതയ്ക്ക് വളരെ എൻകറേജിങ് ആയിട്ടല്ലേ പറഞ്ഞേ. സീതയുടെ കണ്ണ് ശരിക്കും പറയാച്ചാൽ വികസിച്ചു എന്ന് പറയാം. അല്പനേരം ചിന്തിച്ചതിന് ശേഷം തലമുടിയിൽ നിന്ന് ആ ചൂടാമണി എടുത്തിട്ട് ഹനുമാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഹേ വാനരോത്തമ, വാനര ശ്രേഷ്ഠ, ഇത് കണ്ടാൽ രാമൻ, ലക്ഷ്മണസഹിതനായ രാമൻ തീർച്ചയായും നിന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞു. ഇനി 53, 54, 55, 56, 57, 58, 59, 60, 61 ഒന്നിച്ചാണ് കേട്ടോ, കുറേ എണ്ണം. അഭിജ്ഞാനാർത്ഥമന്യച്ച വദാമി തവ സൂവ്രത ചിത്രകൂടഗിരൗ പൂർവമേകദാ രഹസി സ്ഥിത. പിന്നൊരു കഥയും പറയും എന്താ ഉണ്ടായത്. അത് വേറെ ആർക്കും അറിയില്ല, ശ്രീരാമനും സീതയും മാത്രം ഉണ്ടായപ്പോൾ നടന്നതാണ്. അപ്പം അത് വേറെ ആർക്കും അറിയാത്തതുകൊണ്ട് സീത ഈ കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സീതയെ കണ്ടു എന്ന് ബോധ്യമാവുമല്ലോ, 100%. ചൂടാമണിയും കൊടുക്കും. എന്നിട്ട് ഈ കഥ പറയാണ് കേട്ടോ. അഭിജ്ഞാനാർത്ഥമന്യച്ച വദാമി തവ സുവ്രത ചിത്രകൂടഗിരൗ പൂർവം ഏകദാ രഹസി സ്ഥിതാഃ. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴേ മദംഗേ ശിര ആധായ നിദ്രാതി രഘുനന്ദന, രഘുനന്ദനനെ എൻ്റെ അംഗത്തിൽ തല വെച്ച് കിടക്കുകയാണ്. ഐന്ദ്ര കാകസ്തദാഗത്യ നഖൈസ്തുണ്ടേന ചാസകൃത്. അപ്പം ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള ജയന്തനെ കാക്കയുടെ വേഷം കൊണ്ട് വന്നു എന്നൊക്കെ നമുക്ക് അർത്ഥത്തിലേക്ക് പോവാം. നഖൈ തുണ്ടേന ചാസകത് മൽപാദാങ്കുഷ്ഠമാരക്തം വിദദാരാമി ശാശയ തതോ രാമ പ്രബുദ്ധ്യാ താ ദൃഷ്ട്വാ പാദം കൃതവ്രണം. രാമൻ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ കാലിൽ ചോര കണ്ട്, മുറിയായിട്ട് ചോര കണ്ടപ്പോൾ കേന ഭദ്രേ കുതം ചൈതദ് വിപ്രിയം മേ ദുരാത്മന ഇത്യുക്ത്വാ പുരതോ പശ്യദ്വായസം മാം പുനഃ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു.
അഭിദ്രവന്തം രക്താസ്യ നഖതുണ്ടം ചുകോപഃ തൃണമേകമുപാദായ ദിവ്യാസ്ത്രേണാഭിയോജ്യ തം. അപ്പോൾ ഒരു പുല്ല് എടുത്തിട്ട് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ചയച്ചു. ചിക്ഷേപലീലയാ രാമോ വയസോപരി തജ്വലത് അഭ്യദ്രവദ്വായസശ്ച ഭീതോ ലോകാൻ ഭ്രമൻ പുനഃ. ഈ കാക്കയായി വന്ന ജയന്തൻ്റെ മേലേക്ക് അയച്ചപ്പോൾ ആർക്കും രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ദ്രബ്രഹ്മാദിഭിശ്ചാപി ന ശക്യോ രക്ഷിതും തദാ രാമസ്യ പാദയോരഗ്രേ അപതദ് ഭീത്യാദയാനിധേ. ശരണാഗതമാലോക്യ രാമസ്തമിദമബ്രവീദ് അമോഘമേതദസ്തം മേ ദത്വൈകാക്ഷമിതോ വ്രജ. സവ്യം ദത്വാ ഗതഃ കാക ഏവം പൗരുഷവാനപി ഉപേക്ഷത്തെ കിമർത്ഥം മാം ഇദാനീം സോപി രാഘവ. എന്താണെന്നറിയോ? സുവ്രത മീൻസ് വളരെ പരിശുദ്ധനായിട്ടുള്ളവനെ അഭിജ്ഞാനാർത്ഥം അടയാളത്തിനായിക്കൊണ്ട് അന്യത് ച വദാമി. ഇപ്പം ചൂടരത്നം തന്നു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. പൂർവം ചിത്രകൂടഗിരൗ, പണ്ട് ചിത്രകൂട പർവ്വതത്തിൽ ഏകദാ രഹസ്യ സ്ഥിത രഘുനന്ദന, ഒരു നാളെ ഏകാന്തത്തിൽ വേറെ ആരുമില്ല ഇരിക്കണ രാഘവൻ മദംഗേ ശിരഹ ആധായ, എൻ്റെ മടിയിൽ ശിരസിനെ വെച്ച് നിദ്രാതി ഉറങ്ങുകയായിരുന്നു. തഥാ ഐന്ദ്രഹ കാക ആഗത്യ, അപ്പോൾ ഇന്ദ്രൻ്റെ മകൻ, ഐന്ദ്രൻ പറഞ്ഞാൽ ഇന്ദ്രൻ്റെ മകൻ, വസുദേവൻ വാസുദേവൻ എന്നുള്ള പോലെ തന്നെ ഇന്ദ്രൻ്റെ ഐന്ദ്രൻ എന്നാണ് വരിക. അപ്പോൾ ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള ജയന്തൻ എന്നാട്ടോ പേര്. ഒരു കാക്കയുടെ വേഷം ധരിച്ചവനായിട്ട് വന്നിട്ട് ആരക്തം മൽപദാങ്കുഷ്ഠം, ചോന്ന നിറമുള്ള എൻ്റെ ഈ കാലുമ്പിലത്തെ തള്ളവിരലിനെ ആമിഷാശയ, മാംസം തിന്നാനുള്ള ആഗ്രഹം കൊണ്ട്, ആമിഷാശയ ആശയ, ആമിഷം മാംസമാണ്, മാംസം തിന്നാനുള്ള ആശ കൊണ്ട് നഖൈഹി തുണ്ടേന ച, നഖങ്ങൾ കൊണ്ടും കൊക്കുകൊണ്ടും അസകൃത് വിദധാര, അതായത് എൻ്റെ ചുവന്ന കാല് കണ്ടപ്പോൾ മാംസം കഷ്ണമാണെന്ന് വിചാരിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അത് ഇങ്ങോട്ട് കുത്തി എൻ്റെ തള്ളവിരലിമ്പിലെ കാലിൻ്റെ, അതാണ് അസകൃത് വിദധാര, പല തവണ വിധാരണം ചെയ്തു പിന്നെ കുത്തി മുറിയാക്കി. തതഃ രാമ പ്രബുദ്ധ്യ, അതിനുശേഷം രാമൻ ഉണർന്നിട്ട് കൃതവ്രണം പാദം ദൃഷ്ട്വ, മുറിയായിട്ടുള്ള പാദത്തെ, എൻ്റെ പാദത്തെ കണ്ടിട്ട് ദുരാത്മനാക്കേന, ദുർബുദ്ധിയായിട്ടുള്ള ഏതൊരാളാണ് മേ ഏതത് വിപ്രിയം കൃതം, എനിക്ക് ഇത്രയധികം ദേഷ്യം വരുന്ന ഒരു കാര്യം ആരാ ചെയ്തത്, ഇതി ഉക്ത്വ പറഞ്ഞിട്ട് പുനഃ മാം അഭിദ്രവന്തം, പിന്നെയും പിന്നെയും എൻ്റെ നേരെ, അഭിദ്രവന്തം ചെന്ന പിന്നെയും കാല് കൊത്താനായിട്ട് പാഞ്ഞു വരുന്നവനും രക്താസ്യ നഖത്തുണ്ടം, അതായത് ആ കാക്കയുടെ മുഖത്തൊക്കെ ബ്ലഡുണ്ട്, രക്തമുണ്ട്, അങ്ങനത്തെ മുഖവും നഖവും അതെ ഇങ്ങനെ കൊത്തിയും കീറി വെച്ചിട്ട് ചോര വന്നപ്പോൾ അതൊക്കെ കാക്കയുടെ കൊക്കുമ്പിലും കാക്കയുടെ നഖത്തുമ്പിലും ഒക്കെ അയിണി, അങ്ങനെ ചോര പുരണ്ട നഖത്തോടും മുഖത്തോടും കൂടിയവനുമായ ആ കാക്കയുടെ നേരെ ചുകോപ, പെട്ടെന്ന് കോപിച്ചു ശ്രീരാമൻ. ഏകം തൂണമുപാദായ, ഒരു പുല്ലെടുത്ത് ദിവ്യാസ്ത്രേണ തം അഭിയോജ്യ, അതിനെ ദിവ്യാസ്ത്രമാക്കിയിട്ട് മാറ്റിയിട്ട് മന്ത്രം ജപിച്ചിട്ട് അതിന് ശക്തി ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു ആരോവിൻ്റെ ശക്തി ആ പുല്ലിന് കൊടുത്തു, മന്ത്രം കൊണ്ടേ മന്ത്രശക്തി കൊടുത്തു. വിനോദമായി, അതായത് രാമ ലീലയ വായസോപരി ചിക്ഷേപ, രാമൻ ഒരു കളി പോലെ, അതായത് അത്ര അയത്നായിട്ട് അതിനെ അയച്ചു. ജ്വലത്ത് തദ് അഭ്യദ്രവത്, അത് ജ്വലിക്കണ രാമൻ്റെ ബാണല്ലേ, ജ്വലിച്ചും കൊണ്ടത് പോയി നേരെ ചെന്ന് ഭീത വായസഹാച്ച, ഭീതനും ആയിട്ടുള്ള പുനഃ ലോകാൻ ഭ്രമൻ, അയാൾ ലോകം മുഴുവൻ ചുറ്റി ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരോടും രക്ഷിക്കണേ പറഞ്ഞു. അതാണ് ലോകാൻ ഭ്രമാൻ, ലോകങ്ങളെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് ബ്രഹ്മാദിഭി ച രക്ഷിതും ന ശക്യ, ബ്രഹ്മാദികളാലും പോലും രക്ഷിക്കപ്പെടാൻ സാധ്യമല്ലാത്തവനായി രാമസ്യ, ദയാനിധിയായ രാമൻ്റെ പാദയോഹോ അഗ്രേ ഭീത്യ അപതത്,
രാമപാദാബ്ജത്തിൽ വളരെ പേടിച്ചു വിറച്ചു വീണു. ശരണാഗതം തം ആലോക്യ, ശരണാഗതി പ്രാപിച്ച അവനെ കണ്ടിട്ട് അസ്ത്രം അമോഘം, എൻ്റെ ഈ അസ്ത്രം നിഷ്ഫലമാവില്ല. അമോഘമാണ്, ഒരിക്കലും ഭഗവാന്റെ അസ്ത്രമൊന്നും നിഷ്ഫലാവില്ലല്ലോ, അതായത് അമോഘാവില്ല എന്ന് പറഞ്ഞു. ഏകാക്ഷം ദത്വ ഇതഹ വ്രജ, അതുകൊണ്ട് ആ അസ്ത്രം കൊണ്ട് നിൻ്റെ ഒരു കണ്ണ് പോട്ടെ എന്ന് പറഞ്ഞിട്ടേ, ഒരു നേത്രം കൊടുത്തിട്ട് ഇവിടെ നിന്ന് പോയാലും നിൻ്റെ ഒരു കണ്ണ് ഈ അസ്ത്രം നശിപ്പിക്കട്ടെ, ബാക്കി ഒരു കണ്ണ് നിനക്കുണ്ടാവും എന്ന് പറഞ്ഞ് സവ്യം ദത്വ, ഇടത്തേതിനെ കൊടുത്തിട്ട് വലത്തെ കണ്ണിനെ തതഹ, അതായത് വലത്തെ കണ്ണ് ആ അമ്പോണ്ട് നശിപ്പിച്ചു, ബാക്കി ഇടത്തെ കണ്ണ് മാത്രമായി. തതഹ കാക ഗത, പിന്നെ കാകൻ ഗതനായി, മീൻസ് കാക്ക ആയിട്ടുള്ള ജയന്തൻ ഇന്ദ്രൻ്റെ മകൻ പോയി. ഏവം പൗരുഷവാൻ അഭി, ഇപ്രകാരം മഹാപൗരുഷമുള്ളവനായിരുന്നിട്ടും സഹ രാഘവ, ആ രാഘവൻ ഇതാനും കിമർത്ഥം മാ ഉപേക്ഷതേ, ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ മോചിപ്പിക്കണില്ലല്ലോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്ന് ഒരു സങ്കടത്തോടുകൂടി പറയുകയാണ്. അത് ഇത്രയും മഹാത്മാവാണ്, ഇത്രയും കഴിവുള്ള ആളാണ്, എന്നിട്ട് എന്നെ ഇപ്പോൾ ഇവിടെ വന്ന് എന്താണ് കൊണ്ടുപോകാത്തെന്നുള്ള ഒരു പരിഭവം. അപ്പോൾ എന്താണ് അതിൻ്റെ ഹോൾ അർത്ഥം നമുക്ക് പറയാച്ചാൽ, ഹനുമാനോട് പറയാണ്, ഹേ ഹനുമാൻ, ഞാൻ അടയാളമായിട്ട് ഒരു കാര്യം കൂടിയും പറയാം. പണ്ട് ചിത്രകൂട പർവ്വതത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മടിയിൽ ശ്രീരാമൻ തല വെച്ച് കിടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ അവിടെ വന്ന് രക്തവർണ്ണത്തിലുള്ള എൻ്റെ കാലിൻ്റെ പെരുവിരൽ കണ്ടിട്ട് മാംസമാണെന്ന് വിചാരിച്ചിട്ട് നഖങ്ങൾ കൊണ്ടും കൊക്കൊണ്ടും ഒക്കെ പല പ്രാവശ്യം മുറിപ്പെടുത്തി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാമൻ ഉണർന്നപ്പോൾ എൻ്റെ കാലിൽ മുറിയായിരിക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, ആരാണ് ഇങ്ങനൊരു കാര്യം, എനിക്ക് ഇത്രയും അപ്രിയമായിട്ടുള്ളൊരു കാര്യം, അതായത് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പത്നി എങ്ങനെ വ്രണപ്പെടുത്തിയതാണല്ലോ എനിക്ക് ഏറ്റവും അപ്രിയമായിട്ടുള്ള കാര്യം, ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചു. മുൻഭാഗത്ത് നോക്കിയപ്പോൾ നഖങ്ങളിലും കൊക്കുമ്പിലും ഒക്കെ മുഖത്തും ഒക്കെ രക്തം പറ്റിയിട്ടുള്ള ആ ജയന്തൻ എന്ന ഇന്ദ്രപുത്രനായിട്ടുള്ള കാക്കയെ കണ്ടു. അത് പിന്നെയും എൻ്റെ നേരെ പാഞ്ഞ് വരണത് കണ്ടിട്ട് ദേഷ്യം വന്നു. ആർക്ക്? കോപാന്ധനായി ശ്രീരാമൻ. എന്ത് ചെയ്തു? എന്തു കോപമായിരുന്നു എന്ന്. ഉടനെ ഒരു പുൽക്കൊടി എടുത്തിട്ട് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് ആ പുല്ലിനെ ദിവ്യാസ്ത്രമാക്കി മാറ്റിയിട്ട് ഈ കാക്കയുടെ നേർക്ക് അയച്ചു. അതിങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ട് ആ അസ്ത്രം കാക്കയുടെ നേർക്ക് ചെന്നപ്പോൾ ജയന്തൻ ഭയം കൊണ്ട് ആ കാക്ക ഇന്ദ്രലോകവും ബ്രഹ്മലോകം എന്ന് വേണ്ട എല്ലാ ലോകത്തിലും പറന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് എല്ലാ ദേവന്മാരോടും അപേക്ഷിച്ചു. പക്ഷേ ബ്രഹ്മാദി ദേവന്മാർക്കൊന്നും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ദയാനിധിയായിട്ടുള്ള രാമൻ്റെ പാദങ്ങളെ തന്നെ ശരണാഗതി പ്രാപിച്ചു. അപ്പം രാമൻ പറഞ്ഞു, എൻ്റെ ഈ അസ്ത്രം ഒരിക്കലും വ്യർത്ഥമാകാൻ പറ്റില്ല, അതുകൊണ്ട് നിൻ്റെ ഒരു കണ്ണിനെ അത് ലക്ഷ്യമാക്കിയിട്ട് വരും, അതിനെ നശിപ്പിക്കും, മറ്റേ കണ്ണ് നിനക്ക് ഉണ്ടാവും, അതുകൊണ്ട് നീ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഒരു കണ്ണ് ഇടത്തെ കണ്ണ് ഉപേക്ഷിച്ച്, അതായത് ഇടത്തെ കണ്ണാണ് ഇടത്തെ കണ്ണാണ് കളഞ്ഞത്, അതുകൊണ്ട് ഇടത്തെ കണ്ണ് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഈ കാക്ക പറന്നു പോവുകയും ചെയ്തു. ഇത്ര പരാക്രമവും കാരുണ്യമുള്ള ഈ ശ്രീരാമചന്ദ്രൻ ഞാനിപ്പോൾ ഇത്രയധികം സങ്കടം അനുഭവിക്കുന്ന എന്നെ ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തുകൊണ്ട് ഇതിലും വേഗം എന്നെ ഇവിടെ വന്ന് രക്ഷിച്ചില്ല എന്നൊരു സങ്കടം കൂടിയും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതൊന്നും കൂടി വായിക്കാം. അപ്പം വായിക്കുമ്പോൾ തന്നെ മലയാളം പോലെ മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞാൽ അഭിജ്ഞാനാർത്ഥമന്യച്ച വദാമി തവ സുവ്രത ചിത്രകൂടഗിരൗ പൂർവം ഏകദാ രഹസി സ്ഥിത മദംഗേ, എൻ്റെ അംഗത്തിൽ പറഞ്ഞ മടിയിൽ ശിര ആധായ നിദ്രാതി രഘുനന്ദന ഐന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രപുത്രൻ കാകസ്തദാഗത്യ, കാകവേഷത്തിലെ നഖൈസ്തുണ്ടേന ചാസകൃത് മൽപാദാങ്കുഷ്ഠമാരക്തം വിദധാരാമിഷാശയ, മാംസം തിന്നാനുള്ള ആശയം കൊണ്ടേ ആമിഷാശയ. തതോ രാമ പ്രബുദ്ധ്യാഥ ദൃഷ്ട്വാപാദം കൃതവ്രണം,
രാമൻ നീട്ടപ്പോൾ എൻ്റെ വ്രണം കണ്ടു. കേന ഭദ്രേ കൃതം ചൈതദ്വിപ്രിയം മേ ദുരാത്മന. ഏതു ദുരാത്മാവാ ഇത് ചെയ്തത്? ഇത്യുക്ത്വാ പുരതോ പശ്യദ്വായസം മാം പുനഃ. ആ കാക്ക പിന്നെയും എൻ്റെ അടുത്തേക്ക് എന്നെ പിന്നെയും വരുന്നുണ്ടപ്പോൾ അഭിദ്രവന്തം ചാൽ അടുത്തേക്ക് ഇങ്ങനെ എന്നെ പിന്നെയും കൊത്താൻ വന്നപ്പോൾ മാത്രമല്ല മനസ്സിലായി ഈ കാക്കയെ കൊത്തിയാന്നേ. കാരണം കൊക്കും ചുണ്ടുമൊക്കെ ചുമന്നിരിക്കുന്നുണ്ട്. രക്താസ്യ നഖതുണ്ടം ചുകോപഹ. കോപിച്ചു രാമൻ. തൃണമേകമുപാദായ. പുല്ലെടുത്തിട്ട് ദിവ്യാസ്ത്രേണാഭിയോജ്യതം. മന്ത്രം ജപിച്ച് ദിവ്യ അസ്ത്രാക്കി മാറ്റിയേനി. ചിക്ഷേപ. അതിനെ അയച്ചു. ലീലയ, അതായത് അയത്നം. രാമോ വയസ്സോപരി തജ്ജലത്. അത് ഉജ്ജ്വലിച്ചും കൊണ്ട് പോയി ഈ കാക്കയുടെ നേരെ. അഭ്യദ്രവദ്വായസശ്ച ഭീതോ ലോകാൻ ഭ്രമപ്പുന. ലോകം മുഴുവൻ ചുറ്റി നടന്നു പേടിച്ചിട്ട്. ഇന്ദ്രബ്രഹ്മാദിഭിശ്ചാഭി ന ശക്യോ രക്ഷിതും തഥാ. ഇന്ദ്രാദിദേവന്മാർ ബ്രഹ്മാദിദേവന്മാർക്ക് പോലും രക്ഷിക്കാൻ സാധിക്കാതെ രാമസ്യ പാദയോരഗ്രേ അപതദ് ഭീത്യാദയാനിധേ. രാമൻ്റെ കാൽക്കൽ വന്ന് വീണു. ശരണാഗതമാലോക്യ രാമസ്തമിതമബ്രവീദ്. അപ്പോൾ രാമൻ പറഞ്ഞു, അമോഘമേതദസ്ത്രം മേ. എൻ്റെ അസ്ത്രം അമോഘമാവില്ല, നിഷ്ഫലമാവില്ല. ദത്വൈകാക്ഷമിതോ വ്രജ. നിൻ്റെ ഒരു കണ്ണു പോവും. സവ്യം ദത്വാ ഗതക്കാക ഏവം പൗരുഷവാനഭി ഉപേക്ഷതേ കിമർത്ഥം. ഇന്ന് എന്നെ ഉപേക്ഷിച്ചുല്ലോ ഈ പുരുഷോത്തമൻ. മാമിദാനിം സോപി രാഘവ എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 3 കൂടി ചെയ്ത് നിർത്താമെന്ന് വയ്ക്കുക. ഹനുമാനപി താമാഹ ശ്രുത്വാ സീതാനുഭാഷിതം ദേവി ത്വം യതി ജാനാതി സ്ഥിതാമത്ര രഘുത്തമ. കരിഷ്യദീക്ഷണാൽ ഭസ്മലങ്കം രാക്ഷസമണ്ഡിതം ജാനകീ പ്രാഹതം വത്സ കഥത്വം യോത്സ്യസേ സുരൈഃ. അതിസൂക്ഷ്മവപു സർവേ വാനരാശ്ച ഭവാദൃശാഃ ശ്രുത്വാ തദ്വചനം ദേവി പൂർവരൂപമദർശയത്. ഇനി എന്താ വെച്ചിട്ടുണ്ടോ, സീതാനുഭാഷിതം ശ്രുത്വ. സീതയുടെ വാക്ക് കേട്ടിട്ട് ഹനുമാൻ അഭിതാം ആഹ. ഹനുമാൻ പറഞ്ഞു ദേവിയോട്, എന്താ അറിയൂ ദേവി, ത്വാം അത്ര സ്ഥിതാം ജാനാതി യതി. ദേവി, ഭവതി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം രഘുത്തമ രാമൻ രാക്ഷസമണ്ഡിതാം ലങ്കാം. രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ട അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ലങ്കയെ ക്ഷണാൽ ഭസ്മം കരിശരി. വേഗം ഭസ്മാക്കും. ജാനകി തം പ്രാഹ. ജാനകി അപ്പം പറഞ്ഞു, വത്സ ത്വം അതിസൂക്ഷ്മവപു. പക്ഷേ ഹേ ഹനുമാനി, നീ വളരെ ചെറിയൊരു രൂപമല്ലേ കണ്ടാൽ. സർവേ വാനരാഹ ച ഭവാദൃശാഹ. എല്ലാ വാനന്മാരിപ്പം നിന്നെപ്പോലെ കുഞ്ഞിതാവും കണ്ടാൽ. കഥം ത്വം അസുരൈഹി യോത്സ്യസേ. ഈ വലിയ വലിയ രാക്ഷസന്മാരോട് നിങ്ങൾക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുക? തത് വചനം ശ്രുത്വ. അപ്പം സീതയുടെ ആ വാക്ക് കേട്ടപ്പോൾ ദേവ്യൈഹി പൂർവ്വരൂപം അദർശയത്. ദേവിക്ക് പണ്ടത്തെ രൂപത്തെ ദർശിപ്പിച്ചു. ആ ശരിക്കുള്ള വലിയ ഹനുമാനായിട്ടാണ് നിന്നു മുമ്പിൽ. എന്താ അങ്ങനെ വന്ന് നിൽക്കാതെ എന്ന് വെച്ചാൽ പേടിക്കേണ്ട വെച്ചിട്ടാണ് ഈ ചെറുതായി വന്നതേ, ഒരു ചെരുവക്കിടെ വലിപ്പത്തിൽ വന്നത്. ഇങ്ങനത്തെ വാനന്മാർക്ക് ഈ രാക്ഷസന്മാരോടൊക്കെ പൊരുതി ജയിക്കാനാവോ എന്ന് ചോദിച്ചപ്പോൾ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ശരിക്കുള്ള രൂപം അങ്ങോട്ട് പിന്നെ സ്വന്തം ആ രൂപം തന്നെ എടുത്തിട്ട് മുമ്പിൽ നിന്നു. അതാണ്. അപ്പോൾ സീത പറഞ്ഞു മുഴുവനും കേട്ട ഹനുമാൻ സീത പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഹേ ദേവി, ഭവതി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം രാമൻ രാക്ഷസന്മാരെ അലങ്കരിക്കണ ഈ ലങ്കയെ ഭസ്മാക്കും. അപ്പം സീത പറഞ്ഞു, അപ്പോഴാണ് അങ്ങനെ ഭസ്മാക്കുന്ന പറഞ്ഞപ്പോഴാണ് സീത ചോദിച്ചത്, ഇങ്ങനെ ഇത്രയും ചെറിയ ശരീരമുള്ള നിന്നെപ്പോലുള്ള എത്ര ചെറിയ ശരീരമാണ് നിൻ്റെ? ഇതുപോലെയല്ലേ ബാക്കി രാക്ഷസന്മാരും അല്ല ബാക്കി വാനരന്മാരും? എങ്ങനെയാണ് അവർ വളരെ വലിയ ഭീമന്മാരെ പോലുള്ള ഈ രാക്ഷസന്മാരോട് എങ്ങനെ യുദ്ധം ചെയ്യുക? എല്ലാ വാനരന്മാരും അങ്ങേപ്പോലെ ചെറുതല്ലേ? അത് പറഞ്ഞു കേട്ടപ്പോൾ ഹനുമാൻ തൻ്റെ ആ പൂർവ്വരൂപത്തെ ദേവിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഞാൻ 62, 63, 64 കൂടി വായിക്കാം. ഹനുമാനപി താമാഹ ശ്രുത്വാ സീതാനുഭാഷിതം ദേവി
ത്വാം യതി ജാനാതി സ്ഥിതാമത്ര രഘുത്തമാ കരിഷ്യതി ക്ഷണാത് ഭസ്മലങ്കാം രാക്ഷസമണ്ഡിതാം ജാനകീ പ്രാഹതം വത്സ കഥം ത്വം യോത്സ്യസേ സുരൈഃ അതിസൂക്ഷ്മവപുഃ സർവേ വാനരാശ്ച ഭവാദൃശാഃ. എല്ലാവരും അങ്ങേപ്പോലെ കുഞ്ഞു വാനരന്മാരാവില്ലേ ചോദിച്ചപ്പോഴാണ് ശ്രുത്വാ തദ്വചനം, അത് കേട്ടപ്പോൾ ദേവ്യൈ പൂർവരൂപം അദർശയത്, ആ വലിയ രൂപം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.